ഹലോ മുത്തുപണികളെ. അപ്പം നമ്മളെന്നത് നോമ്പ് തുറയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. തരി കാച്ചാണ്. പാലിൽ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായി ഞാൻ നേരത്തെ തന്നെ കേട്ടോ. അപ്പോൾ ശർക്കരയിൽ കട്ടയും എല്ലാം ഓലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ശർക്കരയുടെ പാനി ഒഴിച്ച് റവ ഇട്ട് അപ്പോൾ അതേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് സെറ്റാക്കി. അപ്പോൾ നമ്മൾ തരി കാച്ചിൽ അങ്ങനെ ഏതാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. സമൂസയുടെ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചിക്കന്, ക്യാരറ്റ്, സവോള, ഉരുളൻകിഴങ്ങൊക്കെ മസാലക്കായി വലിയയിലൊക്കെ ഇട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പിലൊക്കെ അരച്ചതൊക്കെ മിക്സാക്കി ഇട്ട് വെച്ച് നമ്മൾ സമൂസ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടി നമ്മൾ ഷീറ്റ് എടുത്ത് പിന്നെ മൈദയുടെ പശ തേച്ച് അപ്പോൾ നല്ലല്ലേ ശരിക്കും ഇരിക്കാനൊക്കെ വേണ്ടി കുമ്പിളാക്കി അതിൽ നമ്മൾ സമൂസയുടെ ഫില്ലിങ്സൊക്കെ നിറച്ച് അങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ തിരിച്ചൊട്ടിച്ച് മൈദപ്പൊടിയൊക്കെ വീണ്ടും ഒക്കെ ഒന്ന് സെറ്റാക്കി തേച്ച് അല്ലെങ്കിൽ ചീഞ്ചട്ടി കിടന്നിട്ട് അടർന്ന് പോവില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് സമൂസ അങ്ങനെ ഉണ്ടാക്കി. ഇങ്ങനെ നമ്മൾ സമൂസ ഉണ്ടാക്കുക. ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കട്ടെ. ശരിയായിട്ടുണ്ടാവില്ലേ. അങ്ങനെ സമൂസ ഉണ്ടാക്കലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കത് ഒക്കെ പൊരിച്ച് സെറ്റാക്കണ്ടേ. പിന്നെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ ചായക്ക് ഇടിയപ്പമാണ്. അപ്പോൾ ഇടിയപ്പം പൊടിയൊക്കെ വാട്ടി നമ്മളിത് കുസ്തിയൊക്കെ പിടിച്ചുകൊണ്ട് ചെയ്യണം കേട്ടോ. നോമ്പായ കാരണം ക്ഷീണമുണ്ട്. ആവതൊന്നുമില്ല, എന്നാലും വേണ്ടില്ല. താഴേക്ക് വീഴാനുള്ള ഗുസ്തി പിടിക്കണം ഇടിയപ്പം. അങ്ങനെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി നമ്മൾ ആവിയിൽ വേവിക്കുമ്പോൾ നല്ലൊരു ഭക്ഷണമാണല്ലോ. വയറിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത. അതിനിടയ്ക്ക് നമ്മൾ സമൂസ ഒരു ഭാഗത്തിൽ പൊരിച്ചൊക്കെ ഇങ്ങനെ വെച്ച് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണ ചെമ്മീൻ റോസ്റ്റാണ് ഇടിയപ്പത്തിലേക്ക്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളിയൊക്കെ വാട്ടി ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ചത്, പിന്നെ പച്ചമുളക് 2 എണ്ണം നെടുക കീറിയത് ഒക്കെ ആയിട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറി നമ്മൾ വേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെ സെറ്റാക്കി കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് ചെമ്മീനൊക്കെ ഇടണം. അപ്പോൾ ചെമ്മീൻ റോസ്റ്റും ഇടിയപ്പമാണ് നമ്മളെ ഇന്നത്തെ നോമ്പുതുറയുടെ സ്പെഷ്യലായിട്ടുള്ള വിഭവം. അപ്പോൾ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തക്കാളിയുടെ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇതിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിങ്ങനെ ചെമ്മീൻ അതിലേക്ക് ഇടണം. നന്നാക്കി കഴുകി ഞാരൊക്കെ കളഞ്ഞ് വെച്ച ചെമ്മീനാണ് നമ്മൾ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടുകാരൊക്കെ ചോദിക്കിട്ട് എന്താണ് നോമ്പിൻ്റെ സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കാണാൻ വേണ്ടിയിട്ടാണിത് കേട്ടോ. ഓക്കെ.